നമ്മുടെ മൊബൈലിൽ വരുന്ന നോട്ടിഫിക്കേഷൻസുകൾ ചിലപ്പോൾ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള നോട്ടിഫിക്കേഷൻ ആയിരിക്കും. അത് ചിലപ്പോൾ ബാങ്കിൽ നിന്ന് വരുന്ന നോട്ടിഫിക്കേഷൻ ആയിരിക്കും, അല്ലെങ്കിൽ വാട്സപ്പിൽ നമ്മുടെ സുഹൃത്തുക്കൾ നമുക്ക് അയച്ച മെസ്സേജിൻ്റെ നോട്ടിഫിക്കേഷൻ ആയിരിക്കും. അങ്ങനെ ഏത് നോട്ടിഫിക്കേഷനും അബദ്ധവശാൽ നമ്മുടെ മൊബൈലിൽ നിന്നും ഡിലീറ്റ് ആയി പോയി കഴിഞ്ഞാലും നമുക്ക് അത് തിരിച്ച് എടുക്കാൻ ഒരു 2 ട്രിക്ക് ഞാൻ ഇന്നത്തെ വീഡിയോയിലൂടെ ഇന്ന് പരിചയപ്പെടുത്തുകയാണ്. അതായത് ഒന്ന് മൊബൈലിൽ തന്നെയുള്ള ഓപ്ഷനാണ്. അത് നിങ്ങൾ എനേബിൾ ചെയ്ത് വെച്ച് കഴിഞ്ഞാൽ നിങ്ങളുടെ മൊബൈലിൽ നിന്നും ഡിലീറ്റ് ആയി പോയി കഴിഞ്ഞാലും ഈ ഓപ്ഷനിൽ പോയിട്ട് നിങ്ങൾക്ക് അത് റിക്കവർ ചെയ്തെടുക്കാൻ സാധിക്കും. രണ്ടാമത് ഞാൻ പരിചയപ്പെടുത്തുന്നത് ഒരു ആപ്ലിക്കേഷനാണ്. ഈ ആപ്ലിക്കേഷൻ ഇൻസ്റ്റാൾ ചെയ്ത് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് നഷ്ടപ്പെടുന്ന ഇതുപോലുള്ള നോട്ടിഫിക്കേഷൻസുകൾ, മെസ്സേജുകളൊക്കെ തന്നെ നമുക്ക് റിക്കവർ ചെയ്തെടുക്കാൻ, തിരിച്ചെടുക്കാൻ സാധിക്കും. അത് വളരെ അഡ്വാൻസ്ഡ് ആയിട്ടുള്ള ഒരു ആപ്ലിക്കേഷനാണ്. അതിലൂടെ നമുക്ക് വാട്സപ്പിൽ നമുക്ക് ആരെങ്കിലും മെസ്സേജ് അയച്ചാൽ ഇതിലൂടെ തന്നെ നമുക്ക് റീപ്ലൈ കൊടുക്കാനും സാധിക്കും. ഇന്നത്തെ വീഡിയോ വളരെ യൂസ്ഫുൾ ആയിരിക്കും. അതുകൊണ്ട് വീഡിയോ സ്കിപ്പ് ചെയ്യാതെ മുഴുവനായിട്ട് കാണുക. എന്നിട്ട് നിങ്ങൾ അഭിപ്രായം അറിയിക്കുക. ആദ്യമായിട്ടാണ് ഞങ്ങളുടെ ചാനൽ, ഞങ്ങളുടെ വീഡിയോ നിങ്ങൾ കാണുന്നെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. തൊട്ടടുത്ത് കാണുന്ന ബെല്ലൈക്കൺ കൂടി എനേബിൾ ചെയ്തതിന് ശേഷം ഓളുന്ന ഭാഗം സെലക്ട് ചെയ്യുക. ഫേസ്ബുക്കിലാണ് നിങ്ങൾ ഈ വീഡിയോ കാണുന്നെങ്കിൽ FTM ക്രിയേഷൻ എന്ന ഈ ഒരു പേജ് കൂടി നിങ്ങൾ ഫോളോ ചെയ്ത് വെക്കുക. നമുക്ക് പെട്ടെന്ന് തന്നെ നമുക്ക് വരുന്ന നോട്ടിഫിക്കേഷൻസുകൾ ഒരിക്കലും തന്നെ നഷ്ടപ്പെടാതിരിക്കാൻ എന്തൊക്കെ ചെയ്യണം എന്ന് തുടർന്ന് വീഡിയോ കണ്ട് മനസ്സിലാക്കാം. ഞാൻ അതിനായിട്ട് മൊബൈലിൻ്റെ സെറ്റിങ്സ് ഓപ്പൺ ചെയ്യാണ്. മൊബൈലിലുള്ള ആ ഒരു സെറ്റിങ്സ് ഞാൻ നിങ്ങൾ കാണിച്ചു തരാം. സെറ്റിങ്സ് ഞാനിപ്പോൾ ഓപ്പൺ ചെയ്തിട്ടുണ്ട്. കുറച്ച് താഴേക്ക് വന്നു കഴിഞ്ഞാൽ ഇവിടെ നോട്ടിഫിക്കേഷൻസ് എന്ന ഈ ഒരു ഓപ്ഷൻ നിങ്ങൾ കാണാൻ സാധിക്കും. ജസ്റ്റ് അവിടെ നിന്ന് ടാപ്പ് ചെയ്യുക. അവിടെ ടാപ്പ് ചെയ്ത് കഴിഞ്ഞാൽ ഇവിടെ ഒരുപാട് ഓപ്ഷൻസുകളുണ്ട്. ഇവിടെ അഡ്വാൻസ്ഡ് സെറ്റിങ്സ് എന്നൊരു ഓപ്ഷൻ നിങ്ങൾക്ക് ഇവിടെ കാണാൻ സാധിക്കും. അഡ്വാൻസ്ഡ് സെറ്റിങ്സ് ജസ്റ്റ് അവിടെ നിന്ന് ടാപ്പ് ചെയ്യുക. അതിനുശേഷം ഇവിടെ നോട്ടിഫിക്കേഷൻ ഹിസ്റ്ററി എന്നൊരു ഓപ്ഷൻ നിങ്ങൾ കാണാൻ സാധിക്കും. ജസ്റ്റ് അവിടെ നിന്ന് ടാപ്പ് ചെയ്യുക. അതിനുശേഷം ഇവിടെ മുകളിൽ ഓഫിലാണ് ഉള്ളതെങ്കിൽ അതൊന്ന് ഓൺ ചെയ്ത് വെച്ചാൽ മാത്രം മതി. നിങ്ങൾക്ക് വരുന്ന നോട്ടിഫിക്കേഷൻ വാട്സപ്പിലാണെങ്കിലും അല്ലെങ്കിൽ മറ്റുള്ള സാധാരണ നിങ്ങൾക്ക് നോട്ടിഫിക്കേഷൻ വരുന്ന ആപ്ലിക്കേഷനിലാണെങ്കിലും അതൊക്കെ ഇവിടെ സേവ് ആയി കിടക്കും. അതിൽ നിന്ന് ഡിലീറ്റ് ആയി പോയി കഴിഞ്ഞാലും ഇവിടെ നിന്ന് ഡിലീറ്റ് ആകുകയില്ല. ഇവിടെ ഇതാ ഞാൻ ഓൺ ചെയ്ത് വെച്ചുകൊണ്ട് ഇത്രയും നോട്ടിഫിക്കേഷൻസുകൾ ഓരോ ആപ്ലിക്കേഷനിൽ നിന്നും ഓരോ സൈറ്റിൽ നിന്നും എനിക്ക് വന്നിട്ടുണ്ട്. ഇവിടെ സേവ് ആണ്. എനിക്ക് അവിടെ നിന്ന് ഡിലീറ്റ് ആയി പോയി കഴിഞ്ഞാലും ഇവിടെ നിന്ന് എനിക്ക് കാണാൻ സാധിക്കും. ഓക്കെ, ഇത് നിങ്ങളുടെ മൊബൈലിൽ ഉണ്ടോ എന്ന് നോക്കുക. ഉണ്ടെങ്കിൽ ഇത് എനേബിൾ ചെയ്താൽ മതി. നിങ്ങൾക്ക് വാട്സപ്പിൽ നിന്ന് വന്നതായാലും ഇവിടെ നിങ്ങൾ കാണാൻ സാധിക്കും. അത് നിങ്ങൾ കാണുന്നില്ലേ, വാട്സപ്പിൽ എത്രയോ മെസ്സേജ് എനിക്ക് വന്നിട്ടുണ്ട്. അവിടെ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ ഇതുപോലെ കാണാൻ സാധിക്കും. ഇതൊക്കെ വാട്സപ്പിൽ നിന്ന് വന്ന മെസ്സേജുകളാണ്. നിങ്ങൾ കാണാൻ സാധിക്കും. ഓരോ ആളുകൾ, ഓരോ ഐഡിയിൽ നിന്ന് മെസ്സേജുകളൊക്കെ ഇവിടെ വന്നിട്ടുണ്ട്. അതൊക്കെ എനിക്കിവിടെ ഈ രൂപത്തിൽ കാണാൻ സാധിക്കും. ഇത് ഒന്നാമത്തെ ട്രിക്കാണ്. ഇത് നിങ്ങളുടെ മൊബൈലിൽ ഇല്ല എങ്കിൽ ഞാൻ നിങ്ങൾക്ക് ഒരു ആപ്ലിക്കേഷൻ പരിചയപ്പെടുത്തി തരാം. ഈ ആപ്ലിക്കേഷൻ നിങ്ങൾ ഇൻസ്റ്റാൾ ചെയ്ത് വെക്കുക. ഇതിൻ്റെ ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തിട്ടുണ്ട്. അത് ഇൻസ്റ്റാൾ ചെയ്തതിന് ശേഷം എങ്ങനെ ഓപ്പൺ ചെയ്യാം, എങ്ങനെ ഉപയോഗിക്കാം എന്ന് നമുക്ക് നോക്കാം. ആപ്ലിക്കേഷൻ ഇൻസ്റ്റാൾ ചെയ്തതിന് ശേഷം നിങ്ങൾ ഓപ്പൺ ചെയ്യാം. ഓപ്പൺ ചെയ്തതിന് ശേഷം ഇവിടെ നോട്ടിഫിക്കേഷൻ്റെ പെർമിഷൻ നിങ്ങൾ അലോ ചെയ്ത് കൊടുക്കുക. ഇവിടെ നിങ്ങൾ കാണാൻ സാധിക്കും, പെർമിഷൻ അലോ ചെയ്ത് കൊടുക്കുക. അതിനുശേഷം ഇവിടെ നെക്സ്റ്റ് കൊടുക്കുക. ഇവിടെ മറ്റൊരു പെർമിഷനും കൂടി അലോ ചെയ്ത് കൊടുക്കുക. ഇവിടെ ആക്സസിബിലിറ്റിൻ്റെ ഒരു പെർമിഷൻ കൂടി ഇവിടെ ഓൺ ചെയ്യാൻ വേണ്ടി കാണിക്കുന്നുണ്ട്. ഇവിടെ നെക്സ്റ്റ് കൊടുക്കാം. നെക്സ്റ്റ് കൊടുത്തതിന് ശേഷം ഇവിടെ നമ്മൾ ഇൻസ്റ്റാൾ ചെയ്ത ആ ആപ്ലിക്കേഷൻ നിങ്ങൾ കാണാൻ സാധിക്കും. നോട്ടിഫിക്കേഷൻ്റെ ആ ഒരു ആപ്ലിക്കേഷൻ നിങ്ങൾ കാണാൻ സാധിക്കും. അത് ഓഫിലാണെങ്കിൽ ഇവിടെ ഓൺ ചെയ്ത് കൊടുക്കുക. അതിനുശേഷം ഇവിടെ അലോ കൊടുക്കുക. അതിനുശേഷം നമുക്കൊന്ന് ബാക്ക് വരാം. ബാക്ക് വന്നതിന് ശേഷം വീണ്ടും ആ ഒരു നോട്ടിഫിക്കേഷൻ്റെ പെർമിഷൻ ഇവിടെ ഒന്നുകൂടി അലോ ചെയ്യാൻ കാണിക്കുന്നുണ്ട്. ജസ്റ്റ് അലോ പെർമിഷൻ കൊടുത്തു കഴിഞ്ഞാൽ നമ്മളെ ആപ്ലിക്കേഷനൊക്കെ ഇവിടെ സ്കാൻ ചെയ്തിട്ട് വന്നിട്ടുണ്ട്. ഇവിടെ താഴെ നെക്സ്റ്റ് കൊടുക്കുക. നെക്സ്റ്റ് കൊടുത്തു കഴിഞ്ഞാൽ ഇവിടെ എല്ലാ ആപ്ലിക്കേഷൻസുകളും ഇവിടെ ഓണിലാണ് ഉള്ളത്. ഇതിൽ നിന്നും എല്ലാ ആപ്ലിക്കേഷൻ്റെയും നോട്ടിഫിക്കേഷൻ നിങ്ങൾക്ക് വരണ്ട എങ്കിൽ നിങ്ങൾക്ക് ആ ആപ്ലിക്കേഷൻ ഓഫ് ചെയ്ത് കൊടുക്കാനുള്ള ഓപ്ഷൻ ഇവിടെയുണ്ട്. ആ ടഗിൾ നിങ്ങളൊന്ന് ഓഫ് ചെയ്ത് കൊടുത്താൽ മതി. ഇപ്പോൾ എല്ലാം ഇവിടെ ഓണിലാണ്. നമുക്കിപ്പോൾ മെസ്സേജുകൾ വന്നു കഴിഞ്ഞാൽ ഇവിടെ നോട്ടിഫിക്കേഷൻ്റെ ബാർ ഇങ്ങനെ താഴ്ത്തി കഴിഞ്ഞാൽ ഇവിടെ നമുക്ക് നോട്ടിഫിക്കേഷൻ വന്നതായിട്ട് നിങ്ങൾക്ക് കാണാൻ സാധിക്കും. ഇവിടെ നോ ന്യൂ നോട്ടിഫിക്കേഷൻ എന്ന് കാണിക്കുന്നുണ്ട്. നമുക്ക് നോട്ടിഫിക്കേഷൻ ന്യൂ ആയിട്ട് ഒന്നും വന്നിട്ടില്ല. അങ്ങനെ എന്തെങ്കിലും വന്നിട്ടുണ്ടെങ്കിൽ നമുക്കിവിടെ ഈ സ്റ്റാറ്റസ് ബാർ താഴ്ത്തി കഴിഞ്ഞാൽ അവിടെ നോട്ടിഫിക്കേഷൻ വന്നിട്ടുണ്ടാകും. അവിടെ തന്നെ ഇപ്പോൾ വാട്സപ്പ് ആണെങ്കിൽ അവിടെ നിന്ന് തന്നെ ക്ലിക്ക് ചെയ്തിട്ട് ആ ആപ്ലിക്കേഷൻ്റെ അകത്ത് നിന്ന് തന്നെ നമുക്ക് റീപ്ലൈ ചെയ്ത് കൊടുക്കാൻ സാധിക്കും. വാട്സപ്പിൽ പോകേണ്ട ആവശ്യമില്ല, അവിടെ തന്നെ റീപ്ലൈ കൊടുക്കാം. പക്ഷേ വോയിസ് മെസ്സേജാണ് നമുക്ക് വരുന്നതെങ്കിൽ നമുക്കതിൻ്റെ റീപ്ലൈ അതിൽ നിന്ന് കൊടുക്കാൻ സാധിക്കില്ല. നമ്മളവിടെ ക്ലിക്ക് ചെയ്യുമ്പോൾ നേരെ വാട്സപ്പിലേക്ക് അത് പോകും. വാട്സപ്പിലൂടെ മാത്രമേ നമുക്ക് ആ വോയിസ് മെസ്സേജിൻ്റെ
റീപ്ലൈ കൊടുക്കാൻ സാധിക്കുകയുള്ളൂ. ടെക്സ്റ്റ് മെസ്സേജിൻ്റെ റീപ്ലൈ ഒക്കെ നമുക്ക് ഈ നോട്ടിഫിക്കേഷൻ ബാർ താഴ്ത്തിയിട്ട് തന്നെ ഇവിടെ നിന്ന് തന്നെ കൊടുക്കാൻ സാധിക്കും. ഇങ്ങനെ 2 മെത്തേഡാണ് നമുക്ക് നമ്മുടെ നോട്ടിഫിക്കേഷൻ നഷ്ടപ്പെടാതിരിക്കാൻ വേണ്ടി നമുക്ക് ചെയ്യാൻ സാധിക്കുക. ഇന്നത്തെ വീഡിയോ നിങ്ങൾക്ക് യൂസ്ഫുൾ ആണെന്ന് തോന്നുന്നുണ്ടെങ്കിൽ നിങ്ങളുടെ കൂട്ടുകാരിലേക്കും വീഡിയോ ഷെയർ ചെയ്തെത്തിക്കാം. അതുപോലെ തന്നെ വീഡിയോയെക്കുറിച്ചുള്ള അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും നിങ്ങൾ കമൻറ്റായി രേഖപ്പെടുത്തുക. വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും കമൻറ്റ് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കരുത്. അടുത്ത നല്ലൊരു വീഡിയോയുമായി അടുത്ത അവസരത്തിൽ നമുക്ക് വീണ്ടും കണ്ടുമുട്ടാം. താങ്ക്സ് ഫോർ വാച്ചിങ്. ബൈ.